ഷാനി 2013 ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഷാനി ഓൾറെഡി റിയൽ ലൈഫിൽ ലോയറായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അന്ന് അത് കണ്ട് 2021 ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ലോയർ എന്ന നിലയിൽ ജോർജ് കുട്ടിയുടെ ഈ പ്രവർത്തികളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് താങ്ക് യു സോ മച്ച് അന്നപൂർണ. ഞങ്ങൾ ലോ കോളേജിൽ ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ട് ഞാനും അന്നപൂർണയും ഈ ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്നു. ലാലേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ റിമെമ്പർ വൺ തിങ്, ഞങ്ങൾ ലാലേട്ടൻ്റെ ഫ്ലക്സ് വെച്ചിട്ട് ഞാനും അന്നപൂർണയും ലോ അക്കാഡമിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ പറയാറുണ്ട് ഇത് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയായിരുന്നു. സോ ഐ എം സോ ഹാപ്പി, ഐ എം ഗ്രേറ്റ്ഫുൾ. നല്ല ഇൻട്രോയ്ക്ക്. ഇനി മെയ് 21 പ്രേക്ഷകർ ഏറ്റവും സ്നേഹിക്കുന്ന, മലയാള സിനിമയിൽ ഇത്രത്തോളം സ്നേഹിച്ചൊരു സിനിമയോ കഥാപാത്രങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസി ദൃശ്യം 3 വീണ്ടും വരുന്നു. ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആണ്. എല്ലാവരെയും പോലെ ഞങ്ങളെല്ലാം എക്സൈറ്റഡും ഭയങ്കര ഒരു ത്രിൽഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇനി ഒരു റിയൽ ലൈഫ് ലോയറായിട്ട് നിൽക്കുന്നു. 2013 ഞാൻ ലോയറാണ്. അത് കഴിഞ്ഞ് ദൃശ്യം 2 വരുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ജിത്തു സാർ എന്നെ ദൃശ്യം 2 ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം തരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടുന്ന് 2013 കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടിയുടെ വക്കീലായിട്ട് വരും എന്നുള്ളത്. അവിടുന്ന് ആ ക്യാരക്ടർ ഇവോൾവ് ചെയ്തിപ്പം ദൃശ്യം 3 വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജോർജ് കുട്ടിക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്ത അഡ്വക്കേറ്റ് രേണുക ഇപ്പോൾ ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ഒരു തണലായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് ഈ സിനിമയിലും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ജോർജ് കുട്ടി ആസ് എ ലോയർ എങ്ങനെ നോക്കിക്കാണണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒത്തിരി ക്ലയൻസിനെ കാണുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും ആളുകളെ കുറിച്ച്. ആ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകും. ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് എൻ്റെ ക്ലയൻ്റായ ജോർജ് കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഹീസ് എ ക്രിമിനൽ മൈൻഡഡ് പേഴ്സൺ. ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും പോലെ, നമ്മളെല്ലാവരെയും പോലെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിരുന്ന ഒരാൾ അത്രയും പ്രഷറുള്ള ഒരു സിറ്റുവേഷൻസിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു പോയിട്ടുണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. പിന്നെ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഫാമിലി മാനായിട്ട് നിൽക്കുന്നു. നമ്മുടെ കോടതിയിലും നിയമവ്യവസ്ഥയിലൊക്കെ ഉള്ളതുപോലെ പ്രൈവറ്റ് ഡിഫൻസ്, സെൽഫ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ ഒരു നെസസിറ്റി, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിയമം കണ്ട് അല്ലെങ്കിൽ നിയമത്തിലെ കോൺസെപ്റ്റിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിനർത്ഥം ഇല്ലീഗലായിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിൽ സാധാരണക്കാർ ചെയ്യുന്നതാണ് അദ്ദേഹവും ചെയ്തത്. അതിലൂടെ പോകുന്ന ഒരു ജേർണിയാണ്. അതുകൊണ്ട് ജോർജ് കുട്ടി എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്.